ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന മാക്രോണി പാസ്തയാണ് കാണിക്കുന്നത്. ഇത് കുട്ടികൾക്ക് തന്നെ ഈസി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിവിടെ ഒരു 3 വിധത്തിലുള്ള പാസ്തയാണ് കാണിക്കുന്നത്. ഒന്ന് പ്ലെയിൻ പാസ്ത, ഒന്ന് പാലക് പാസ്ത, അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ തക്കാളി വെച്ചുകൊണ്ടുള്ള ടൊമാറ്റോ പാസ്ത. ഇത് വളരെ ഈസി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പാസ്തയാണ് കേട്ടോ. അതുപോലെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഞാനിവിടെ ഒരു 2 കപ്പ് പാസ്ത എടുത്തിട്ടുണ്ട്. പാസ്ത നമുക്ക് ഫസ്റ്റ് അതൊന്ന് വേവിച്ചെടുക്കണം. സ്റ്റവ് ഓണാക്കി ഒരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് 1 ലിറ്ററോളം വെള്ളം ഒഴിക്കാം. ഇനി വെള്ളം ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം നല്ലോണം ബോയിലായതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ മാക്രോണി പാസ്ത ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഈ ഒരു കപ്പിൽ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വേകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അധികം വെന്തുടയാൻ പാടില്ല കേട്ടോ, അതുകൊണ്ട് ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ. അതുപോലെ അടിയിൽ പിടിക്കാതെ സൂക്ഷിക്കണം. ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പോയി അത് പാത്രത്തിനോട് പറ്റി നിൽക്കും. നമുക്ക് പാസ്ത ഒന്ന് വെന്തിനോ നോക്കാം. എല്ലാവർക്കും ഈസി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പം നമ്മുടെ പാസ്ത വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു അരിപ്പ എടുത്ത് അതിലേക്ക് ഊറ്റിയെടുത്ത് അതിന് മേലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലും ഒന്നിനോടൊന്ന് ഒട്ടാതെ കിട്ടും. ഇനി സ്റ്റവ് ഓണാക്കി കടായി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്. ഈ മൈദയിൽ ഞാൻ പുതിന പൗഡറും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലൊരു ക്രീമി പരുവായി കിട്ടണം കേട്ടോ. ആ മൈദയൊക്കെ വേണ്ട നല്ല ക്രീമിയായി കിട്ടണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പം നല്ല ഒരു ക്രീമിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പം നല്ല ക്രീമിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച പാസ്ത ഇട്ട് കൊടുക്കണം. ആദ്യം വേവിച്ച് വെച്ചതിന് ഇതിലേക്ക് കുറച്ച് പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ ഞാൻ വേറെ ചീസൊന്നും ചേർക്കുന്നില്ല, പ്ലെയിൻ ആയിട്ടുള്ള പാസ്തയാണ്. ഇത് റെഡി ആയതിനു ശേഷം നമുക്ക് ഇതൊരു സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു പാസ്തയാണിത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള പ്ലെയിൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് തയ്യാറാക്കേണ്ടത് നമ്മുടെ ടൊമാറ്റോ പാസ്തയാണ്. അതിനായിട്ട് നമ്മളിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് വെളുത്തുള്ളി 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പൊടിയായി അരിഞ്ഞത് അതൊന്ന് ഫ്രൈ ആയി കിട്ടിയതിന് ശേഷം നമുക്ക് ഞാൻ സോസേജ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെറുതായി അരിഞ്ഞതാണ്. ഇനി ഇതിലേക്ക് തക്കാളി പേസ്റ്റാണ് ചേർക്കേണ്ടത്. തക്കാളി ഒന്ന് വേവിച്ചതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം മിക്സിയിൽ നിന്ന് അരച്ചെടുത്താൽ മതി. തൊലിയോടെ അരക്കണം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ആ തക്കാളി വേവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കുക. ഇതിലും ഞാൻ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം.
നമ്മൾ എത്രയാണ് പാസ്ത എടുക്കുന്നത് അതിനനുസരിച്ച് തക്കാളി എടുത്താൽ മതി. ഇവിടെ ഞാൻ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഒരു വലിയ തക്കാളിയുടെ പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാറ്റാൻ കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഞാനിവിടെ ചീസാണ് കേട്ടോ. ചീസും അധികമൊന്നും ചേർക്കുന്നില്ല, 1 ടേബിൾ സ്പൂണോളം മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിന് ശേഷം ആ ചീസ് ഒന്ന് ഉരുകുന്ന ടൈമിൽ നമുക്ക് ഒരു സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ പാസ്തയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. ഇങ്ങനെ നമ്മുടെ തക്കാളി വെച്ചുകൊണ്ടുള്ള ടൊമാറ്റോ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോ മാക്രോണി പാസ്ത എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തതായി തയ്യാറാക്കേണ്ടത് നമ്മുടെ പാലക് പാസ്തയാണ്. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കടായി വെച്ചതിന് ശേഷം ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലും ഞാൻ 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഫ്രൈ ആയിക്കട്ടെ. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ സോസേജ്, അത് 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതില്ലെങ്കിലും വേണമെന്നില്ല കേട്ടോ. ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി, അത് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് ഫ്രൈ ആയിക്കട്ടെ. അതിനുശേഷം ഞാനിവിടെ ചേർക്കുന്നത് ഒരു പിടി പാലക്ക് എടുത്ത് അതൊന്ന് ചൂടായ വെള്ളത്തിലിട്ടതിന് ശേഷം അതെടുത്തതിന് ശേഷം മിക്സിയിൽ നിന്ന് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ സോയാ സോസാണ്, അതും നല്ലോണം മിക്സാക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പാലക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/2 കപ്പ് കാണും. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ബാക്കിയുള്ള പാസ്ത കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ഇത് മിക്സാക്കി എടുക്കാം. നല്ലോണം മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മേലേക്ക് നമ്മുടെ ചീസ് ഇട്ട് കൊടുക്കാം. അതൊരു 1 ടേബിൾ സ്പൂൺ ചീസ്. അങ്ങനെ നമ്മുടെ പാലക്ക് വെച്ചുകൊണ്ടുള്ള പാസ്തയും മക്കറോണി പാസ്തയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാം ചൂടോടെ കഴിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. ഉണ്ടാക്കിയ ഉടനെ കഴിക്കണം, എന്നാണ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. തണിഞ്ഞതിന് ശേഷം കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന 3 വെറൈറ്റി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മക്കറോണി പാസ്തയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലാസ്റ്റ് നമുക്കിതിൻ്റെ മേലെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.